ബിഗ് ബോസ് മലയാളം സീസൺ 7 എല്ലാവരും കണ്ടു കാണും. പഴയ കളിക്കാരെല്ലാം ഔട്ടായി പോയവർ, വോട്ടില്ലാതെ പ്രേക്ഷകർ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടവരെല്ലാം ഇപ്പോൾ ഹൗസിനകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. അവരിൽ ഏറ്റവും മാന്യമായി ഇടപെടുന്നത് അപ്പാനി മാത്രമാണ്. കട്ടപ്പ ശൈത്യ പിന്നെയും പിന്നിൽ നിന്ന് കുത്തിയെന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാം. അത് പറയാൻ കാര്യം, കട്ടപ്പ ശൈത്യ അവിടെ ഇരുന്നുകൊണ്ട് അനുമോളോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിന്നെ എപ്പോഴാണ് പിന്നിൽ നിന്ന് കുത്തിയത്, നീ ഇപ്പോൾ പറ എന്ന്. എനിക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, എന്നെ എല്ലാവരും കട്ടപ്പ എന്ന് വിളിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ആ കട്ടപ്പ തന്നെ ഇന്ന് വന്നുടനെ കുത്തു തുടങ്ങി എന്നുള്ളതാണ്. അതാണ് ഈ ശൈത്യയെ കട്ടപ്പ എന്ന് വിളിക്കുന്നത്, റിയൽ കട്ടപ്പ. സംഭവം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, എനിക്കത് ഇവിടെ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. നീ എന്റെ ബെഡ് മാറിക്കിടന്നതും അതുപോലെ തന്നെ നീ അക്ബറിനോടും അപ്പാനിയോടും എല്ലാം ആ സമയത്ത് ഇരുന്നുകൊണ്ട് തന്നെ എന്റെ നെഗറ്റീവുകൾ പറയുകയും അതുപോലെ തന്നെ എന്നെ കളിയാക്കുകയും അതുപോലെ ജിസേലിനോട് പോയി പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് അതെന്താണ് നീ എന്നെ കട്ടപ്പ എന്ന് വിളിക്കുന്നത്, അതിന് നീ ഉത്തരം പറയൂ എന്ന് ഈ പറയുന്ന അനുമോളോട് ഈ ശൈത്യ പറയുന്നുണ്ട്. എന്തിനാണ് ശൈത്യ നീ അനുമോളോട് ചോദിക്കുന്നത്? ഞങ്ങളോട് ചോദിക്കുക, നമ്മൾ പറഞ്ഞു തരാമല്ലോ. ഞങ്ങൾ 24/7 കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരല്ലേ, എപ്പിസോഡ് കണ്ട ആൾക്കാരല്ലേ. റിയൽ കട്ടപ്പ ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. പിന്നെ അവിടെ പോയി വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാ പിന്നെ നെഗറ്റീവ് ആകുന്നത്? നെഗറ്റീവ് ആകുന്നതെന്നല്ല, നെഗറ്റീവായി. കാരണം വന്ന് കയറിയപ്പോൾ മുതൽ തന്നെ അനുമോളോട് ചേർന്ന് നിൽക്കുന്ന ആരൊക്കെയാണ്? ആദില, നൂറ. ഇവരെയായിരുന്നു ആദ്യമേ ടാർഗറ്റ് ചെയ്ത് കയ്യിലേക്ക് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് ഏകദേശം കയ്യിലെടുത്തിട്ടുമുണ്ട്. അവർക്ക് എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നിങ്ങളെയാണ് ഭയങ്കര ഇഷ്ടം, നിങ്ങൾ ജെന്യൂനാണ്, ഇവിടെ നിൽക്കുന്നതിൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജെന്യൂൻ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് ഫലിപ്പിച്ച് ബോധിപ്പിച്ചു കഴിഞ്ഞു. അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ് അവിടുത്തെ ഏറ്റവും വലിയ ജെന്യൂൻ പ്ലെയേഴ്സ് എന്ന്. എന്റെ പൊന്നോ, നമ്മൾ കണ്ടതാണ് അനുമോളോട് അവർ കാണിക്കുന്നതെല്ലാം. അപ്പോഴും അനുമോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ക്വാളിറ്റി. അനുമോളുടെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ശൈത്യ ഇത്രയും കണ്ട് സംസാരിച്ചിട്ടും ശൈത്യയുടെ നെഗറ്റീവ് ഒന്നും അനുമോൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ സരിയോട് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഇവരെ കുറിച്ച് എന്ത് വേണമെങ്കിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എനിക്ക് എടുത്തിട്ട് പറയാം, എന്തെല്ലാം കാര്യങ്ങൾ, പക്ഷേ ഞാൻ പറയില്ല. എന്താണെന്ന് വെച്ചാൽ അവർ എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്, അത് വെളിയിൽ പറയുന്നത് ഒരാളുടെ ക്വാളിറ്റി അല്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മളും കണ്ടതാണ്. ആദില, നൂറ എല്ലാം വഴക്കുണ്ടാക്കുമ്പോഴും അനുമോളെ ശരിക്കും കോർണർ ചെയ്യുന്നുണ്ടായിരുന്നു. കോർണർ ചെയ്ത് എന്തെല്ലാം വിളിച്ചു പറഞ്ഞത് നമുക്കറിയാം. എന്നിട്ട് പോലും അവരുടെ ഒരു നെഗറ്റീവ് പോലും ഒരാളോടും പോയി പറയാത്ത ആളാണ് അനുമോള്. അതാണ് ക്വാളിറ്റി. കട്ടപ്പ ശൈത്യ പിന്നെയും പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടി ഈ പറയുന്ന അനുമോളിന്റെ കൂടെ നിന്നുകൊണ്ടിരുന്ന ഈ പറഞ്ഞ ആദിലയും നൂറയെയും അനുമോളിൽ നിന്ന് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും അവരോട് ഈ വഴക്കിനിടയിൽ പറയുന്നുണ്ട്, നിങ്ങളാണ് ഇവിടെ ജനുവായിരിക്കുന്നത്, നിങ്ങളെയും അനുമോൾ പിന്നിൽ നിന്ന് കുത്തി എന്നാണ് പറഞ്ഞത്. എപ്പോഴാണ് അനുമോൾ ഇവരെ പിന്നിൽ നിന്ന് കുത്തിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അനുമോൾ എപ്പോഴാണ് ഈ പറഞ്ഞ ആദിലയും നൂറയും പിന്നിൽ നിന്ന് കുത്തിയത്? പക്ഷെ അവരാണ് അനുമോളെ കുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് പറയുന്നത്? തങ്കച്ചന്റെ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. തങ്കച്ചൻ എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അനുമോൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ അനുമോൾ അവിടെ തങ്കച്ചന്റെ കാര്യം ക്ലിയർ ചെയ്യുന്നുണ്ട്. അവർ പാവം പിടിച്ച മനുഷ്യനാണ്, ഞങ്ങൾ ഒരു സ്കിറ്റിന് വേണ്ടി ചെയ്ത പരിപാടികളാണ്. ഒരുപാട് പേര് എന്നോട് വെളിയിലുള്ളപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ്, ഒരിക്കലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇല്ല. അപ്പൊ ഞങ്ങളൊരു പ്രോഗ്രാമിന് വേണ്ടി കണ്ടന്റ് ആക്കിയപ്പോൾ അതിൽ വന്നതാണ്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമേ ഇല്ലെന്ന് കൃത്യമായിട്ട് അവിടെ അനുമോൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശൈത്യ അവിടെ പറയുന്ന മറ്റൊരു കാര്യം, അനുമോൾ ഈ പറയുന്ന അനീഷിനെ ഇട്ട് വട്ടം കറക്കുകയാണ്, അനീഷിനോടും ഗെയിം കളിക്കുകയാണെന്ന്. എന്തുവാണ് ശൈത്യ നീ ഈ കട്ടപ്പ നീ ഇങ്ങനെ പോയിരുന്നു കുത്തുന്നത്? എല്ലാരും കണ്ടതല്ലേ അവിടെ ആരാണ് അവിടെ ഗെയിം കളിച്ചതെന്നും അവിടെ എന്താണ് സംഭവിച്ചതെന്നും. അത് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റില്ല. എന്താന്ന് വെച്ചാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലാണ് അവിടെ അനീഷിന് അത് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ അനുമോൾ അങ്ങനെ പെരുമാറിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അനുമോൾക്ക് അത് ഇഷ്ടമല്ല, അനുമോൾ അത് പറഞ്ഞും കഴിഞ്ഞു. അത് ഒരാൾക്ക് താല്പര്യം തോന്നി, അനീഷിന് അനുമോളോട് താല്പര്യം തോന്നി, അനീഷ് പറഞ്ഞു. അപ്പൊ അനുമോൾ അതിനുള്ള മറുപടിയും പറഞ്ഞു. ഇന്ന് രാവിലെ അവര് സംസാരിച്ച് അവർ ക്ലിയർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പിന്നെയും വന്ന് അത് എടുത്തിട്ട് കൊടുത്ത് എല്ലാവരുടെയും മുന്നിൽ ഇട്ട് കൊടുത്ത് അനുമോളെ കോർണർ ചെയ്യാൻ. ഇത് ഇപ്പോഴും കട്ടപ്പ അതിലേക്ക് ബോധം വെച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ കോർണർ ചെയ്യുമ്പോഴും അവിടെ ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ പോകുന്നത് അനുമോൾ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ അനുമോളുടെ ക്ലിയർ എന്താണെന്നും അനുമോൾ എന്താണെന്നും ഈ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശൈത്യം അവിടെ കിടന്ന് വായിട്ടടിക്കുന്നത് വരെ. എന്നുവെച്ചാൽ വെളിയില് കട്ടപ്പ എന്ന് തന്നെ വിളിക്കുന്നു, വിഷമെന്ന് വിളിക്കുന്നു എന്നൊക്കെയാ പറയുന്നത്. നീ പല പ്രാവശ്യം അവിടെ ഇരുന്നപ്പോൾ ശൈത്യ കുത്തിയിട്ടുണ്ട്. ഓരോന്ന് എടുത്തെടുത്ത് പറയാനാണെങ്കിൽ ആ മൊണ്ണ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അനുമോളുടെ കൂടെ ഇരുന്നുകൊണ്ട് ഇവിടെല്ലാം മൊണ്ണകളാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്ത് കൊടുത്തത് എല്ലാം ഈ കട്ടപ്പ തന്നെയായിരുന്നു. എന്നിട്ട് കട്ടപ്പ, ഞാൻ ലാലേട്ടന്റെ എപ്പിസോഡ് ഇവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ജസ്റ്റ് അപ്പൊ തന്നെ കളം മാറിയ ആളാണ്. അതുപോലെ തന്നെ ജിസേലിനോടും പോയിട്ട് അനുമോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജിസേലിനെ സോപ്പിടുന്നതും ജിസേലിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അനുമോളോട് പോയി രഹസ്യങ്ങളെല്ലാം ചോർത്തി അതുപോലെ കൊണ്ടുപോയി അക്ബറിനോടും അപ്പാനിയോടും ഈ പറയുന്ന
ജിസേലിനോടും കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന കട്ടപ്പ തന്നെയായിരുന്നു. ഇപ്പോഴും ആ കട്ടപ്പ ആ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആര് പറഞ്ഞു വിട്ടാണെന്ന് അറിയത്തില്ല. പക്ഷെ അവിടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ആദില നൂറയാണ് പെർഫെക്റ്റ്, ബാക്കി ആരും പെർഫെക്റ്റ് അല്ല. അനുമോള് ഇവിടെ എല്ലാരെയും വെച്ച് ഇമോഷണൽ വെച്ച് ഗെയിം കളിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ലൈവും എപ്പിസോഡും എല്ലാം കണ്ടവരാണ് നമ്മളെല്ലാവരും. ഓക്കെ, ഞാൻ എന്റെ അഭിപ്രായമാണ് ഈ പറയുന്നത്, ഞാനും കണ്ടതാണ്. അതിൽ ബെസ്റ്റ് ഗെയിമർ എന്ന് പറയാൻ എടുത്തു പറയാൻ അനുമോൾ തന്നെ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ വെളിയിൽ നിന്ന് വന്നപ്പോഴേ പ്ലാൻ ചെയ്ത് വരുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. എല്ലാവരും പ്ലാൻ ചെയ്ത് വരുന്നു, അനുമോളെ കോർണർ ചെയ്യാൻ വരുന്നു, ഓരോരുത്തരായിട്ട് അനുമോളെ കോർണർ ചെയ്യുന്നു. ഓക്കെ, അപ്പോഴും അനുമോൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. ഇനി ഇത്രയും ദിവസം കൂടിയേ ഉള്ളൂ. ഓക്കെ, എനിക്ക് സന്തോഷത്തോടു കൂടി ഇറങ്ങിപ്പോണം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കപ്പ് വാങ്ങിക്കാനൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് 100 ദിവസം ഇവിടെ നിൽക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ ആഗ്രഹത്തിന്റെ മേലാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ എല്ലാവരും വന്നുകൊണ്ട് എന്നെ ഇങ്ങനെ കോർണർ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ എന്നെ ഇറക്കി വിട്ടാലും ഞാൻ പോകാൻ റെഡിയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ PR-ന്റെ കാര്യം പറയുന്നുണ്ട്. PR-ന്റെ കാര്യം അവിടെ ശൈത്യ പറയുന്നുണ്ട്, നിന്റെ PR-കൾ എന്നെ എടുത്തിട്ടങ്ങ് അലക്കി, ഞാൻ പല രീതിയിൽ നിന്നെ കുത്തി എന്ന് പറഞ്ഞ് വീഡിയോ ഒക്കെ കട്ട് ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നെന്ന്. ഇതെല്ലാം അതിനകത്ത് നടന്ന സംഭവങ്ങളല്ലേ? ആ നടന്ന സംഭവങ്ങളല്ലേ വീഡിയോ ആയിട്ട് വെളിയിൽ ഇറങ്ങുന്നത്? അല്ലാതെ ആരെങ്കിലും AI വെച്ച് ക്രിയേറ്റ് ചെയ്തതാണോ? ഒന്നുമല്ലല്ലോ. അപ്പം അതിനെ വെളുപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ശൈത്യം എനിക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ ശൈത്യ പറയാണ്, അനുമോൾക്ക് അവിടെ വണ്ടിക്കൊന്നും ഒരു ലോണൊന്നും ഇല്ല, വീടിന് ലോൺ ഇല്ല, ഓപ്പറേഷൻ ഇല്ല, ഒന്നുമില്ല. എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? ഒരു വൈരാഗ്യത്തിന്റെ മേളിൽ ആ സമയത്ത് അതേ ക്യാമറ അപ്പുറത്ത് കാണിക്കുന്നുണ്ട്. അനുമോള് പറയുന്നത്, സരികയോട് പറയുന്നുണ്ട്, എനിക്ക് 30 ലക്ഷം രൂപയുടെ കടമുണ്ട്, സത്യമായ കാര്യമാണ്, എനിക്ക് 30 ലക്ഷം രൂപയുടെ കടമുണ്ട്, എന്റെ അച്ഛന്റെ ഓപ്പറേഷൻ ഉണ്ട്, എനിക്കും 2 ഓപ്പറേഷൻ ഉണ്ട്. ഈ പൈസ ഒക്കെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരത്തില്ലായിരുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന ശൈത്യ പറയുന്നത് എന്താണ്? വീടിന് ഒരു കടവുമില്ല, ഇഷ്ടംപോലെ വസ്തു ഇതെല്ലാം ഉണ്ടെന്ന്. അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് കൃത്യമായിട്ടും അസൂയ, കുശുമ്പ എന്ന് നമ്മൾ എപ്പോഴും പറയുമല്ലോ, അത് തന്നെ. ബിൻസി അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് പറയുന്നുണ്ട്, എനിക്കും അനുമോളോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് നമുക്ക് അനുമോളോട് അസൂയാണ്, കുശുമ്പാണ് എന്നുള്ളത്. എന്നുവെച്ചാൽ ഇവിടുത്തെ വീഡിയോസ് എല്ലാം കണ്ടിട്ട്, യൂട്യൂബിൽ വരുന്ന വീഡിയോ എല്ലാം കണ്ടിട്ട് അവിടെ പോയിട്ട് മിനിങ്ങാനുള്ള ശ്രമം, ഇങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ സംസാരിക്കുന്നുള്ളത്. ഉറപ്പായിട്ടും ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ. കാരണം എന്താണ്? നിങ്ങൾക്ക് അനുമോളോട് അസൂയ, കുശുമ്പ എല്ലാമാണ്. അത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ പ്ലാൻ ചെയ്ത് വരുന്നത് എല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ ഇനിയും കയറി വരുന്നവർ അനുമോളെ തന്നെ കോർണർ ചെയ്യത്തുള്ളൂ. പക്ഷെ അത് അനുമോൾക്ക് നല്ലതാണ്. അനുമോൾ ഇതുപോലെ മിണ്ടായിരുന്ന് വെച്ചാൽ മതി, വേറെ ഒന്നും പറയണ്ട. അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ഇന്നൊന്നും മറുപടി പറയുന്നില്ല. അപ്പോൾ അനുമോളോട് എടുത്തെടുത്തെടുത്ത് ഈ ശൈത്യം ചോദിക്കുന്നത് എന്താണ്? ഞാൻ നിന്നെ എവിടെയാണ് കട്ടപ്പയായത്, ഞാൻ എപ്പോഴാ കുത്തിയത്, നീ പറ എന്ന്. അപ്പോൾ അനുമോൾ ബുദ്ധിയുള്ളതാണ്. അനുമോൾക്ക് മനസ്സിലായി ഇവിടെ എന്നെ കുത്തിയിട്ടുകൊണ്ട് വെളിയിൽ വെക്കിട്ട് പണിയും കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം 100% അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട്. അനുമോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, എനിക്കിപ്പോ ഇവിടെ സംസാരിക്കാൻ, എനിക്ക് അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാൻ ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ്, ഞാൻ ഇവിടെ വെച്ച് സംസാരിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഓക്കെ, അതാണ് റിയൽ ഗെയിമർ. അങ്ങനെ തന്നെ വേണം. എന്താ വെച്ചാൽ അനുമോൾക്കറിയാം ഇനി വരുന്നവർ ആദ്യമേ അനുമോളെ ഇത്രയും പേര് ചേർന്ന് കോർണർ ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടതാണ്. എത്ര ദിവസത്തോളം, 30 ദിവസത്തോളം ഇവര് എല്ലാരും കൂടി ചേർന്ന് കോർണർ ചെയ്തതാണ് അനുമോളെ. അതേ കോർണറിംഗ് ആണ് ഇനിയുള്ള ദിവസങ്ങളിലും അനുമോൾക്കെതിരെ ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ശൈത്യയെ പറഞ്ഞു വിട്ടവരാണെങ്കിലും ശൈത്യയുടെ ഐഡിയ ആണെങ്കിലും അഭിനയമാണെങ്കിലും അത് ചീറ്റിപ്പോയി. കാരണം ഇപ്പോഴും ശൈത്യ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കട്ടപ്പാടെ അതേ സ്വഭാവം തന്നെയാണ്. കട്ടപ്പ, റിയൽ കട്ടപ്പ എന്ന് ഇനി നമുക്ക് ഉറപ്പിച്ച് വിളിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അവിടെ ഈ കട്ടപ്പാടെ പരിപാടികളൊക്കെ തന്നെയാണ് ഈ ആദില നൂറയോടും അനുമോളെയും തെറ്റിക്കാൻ വേണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അപ്പാനി വന്ന് ചോദിക്കുന്നുണ്ട്, എന്നെ കുറിച്ച് ഇവിടെ എന്തെങ്കിലും സംസാരിച്ചോ എന്ന്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഇല്ല അപ്പാനിയുടെ പേരൊന്നും ഇവിടെ ആരും പറഞ്ഞില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശൈത്യ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, അപ്പാനി PR വാങ്ങിച്ചിട്ട് വന്നിരിക്കുക, അനുമോളുടെ PR വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ അനുമോളുടെ PR പറഞ്ഞിട്ട് PR-കൾ വല്ലതും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെ ന്യായീകരിക്കാൻ വന്നതാണെന്നുള്ളത്. ഇന്ന് നേരെ ഒന്നും അപ്പാനിയോടെ ഒന്ന് മുട്ടി നോക്കിയാൽ ഇപ്പോൾ അപ്പാനി എടുത്ത് ഉടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇനി എടുത്തിട്ട് ഉടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ അപ്പാനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടുത്തെ ഗെയിം എന്താണെന്നുള്ളത്. അത് നമുക്ക് അപ്പാനിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പാനി ഓരോരുത്തരെയും പഠിച്ചിട്ട് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. നമ്മളെല്ലാം കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇവരെല്ലാം ടാർഗറ്റ് അനുമോളായിരിക്കും, അനുമോൾക്ക് അത് പോസിറ്റീവായിട്ടേ വരത്തുള്ളൂ എന്നുള്ളതും. പക്ഷെ ഇവർ അവിടെ പോയിട്ട് ഈ റിവ്യൂസ് എന്ന് പറയുന്ന വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് റിവ്യൂവേഴ്സിന്റെ റിവ്യൂസ് എല്ലാം കണ്ടിട്ടും അതുപോലെ തന്നെ വെളിയിൽ നല്ല രീതിയിൽ പണിയും മാച്ചിട്ട് അകത്തുപോയവരാണ്. കാരണം ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെ, ഈ ശൈത്യ തന്നെ വെളിയിൽ ഇറങ്ങി എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അനുമോളെ കുറിച്ച് എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്കറിയാം. അനുമോളോട് എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു എന്നാ പറയുന്നത്. ഈ സ്നേഹമായിരുന്ന ശൈത്യ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അനുമോളെ കുറിച്ച് നെഗറ്റീവ് മാത്രമാണ് പറഞ്ഞത്. എനിക്ക് അനുമോളെ കുറിച്ച് ഒന്നും കേൾക്കണ്ടെന്നാ പറഞ്ഞത്. അനുമോളാണ് അവിടുത്തെ ഫേക്ക് ഗെയിമറാന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു, ഞാൻ അവളെ എന്റെ ഭയങ്കരമായ ഒരു സുഹൃത്തായിട്ടാണ് കണ്ടത്, എന്റെ ഫ്രണ്ട് ആയിട്ടാണ് കണ്ടതെന്ന്.
ശൈത്യയുടെ കളിയെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ശൈത്യക്ക് ഒരു അവസരമായിരുന്നു അവിടെ പോയി എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ സോൾവിൽ പറഞ്ഞ്, അല്ലെങ്കിൽ പറ്റിയ തെറ്റിന് എല്ലാം തെറ്റ് പറ്റി, എനിക്കും പറ്റി നിനക്കും പറ്റി, അത് പോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു നിൽക്കാനുള്ളതിന് തന്നെ അങ്ങ് മിനുങ്ങാൻ പോയതാണ്. താൻ തന്നെ വെളുപ്പിക്കാൻ ശ്രമിച്ച് ഇപ്പോൾ വീണ്ടും കുരുക്കിലായിരിക്കുന്നത് ഈ പറയുന്ന കട്ടപ്പ ശൈത്യ തന്നെ. ഓക്കെ, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.